JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അതിന്റെ സിലബസ് എങ്ങനെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പേപ്പർ 1 ടോട്ടൽ 100 മാർക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പേപ്പർ 1-നകത്ത് വരുന്ന സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്ററി 7 മാർക്ക്, ജിയോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ 7 മാർക്ക്, സ്പോർട്സ് 8 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ 6 മാർക്ക്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് 13 മാർക്ക്, മലയാളം 13 മാർക്ക്, ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ മാർക്ക് 100 ആണ് വരുന്നത്. പേപ്പർ 1 2 പേപ്പറായിട്ടാണ്, പ്രിലിമിനറി മെയിൻ എക്സാം ആയിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തയ്യാറെടുപ്പ് അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എൻ്റെ സിലബസ് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് പഠനം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പേപ്പർ 2-ന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണെന്ന് നോക്കാം. പേപ്പർ 2 ടോട്ടൽ മാർക്ക് 100 ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിന് 10 മാർക്കാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അതിന് 10 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതിന് 12 മാർക്കാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് 8 മാർക്കാണ് വരുന്നത്. കേരളാസ് എക്കോണമി അതിന് 15 മാർക്കാണ് വരുന്നത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അതിന് 15 മാർക്കാണ് വരുന്നത്. അടുത്ത എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി അതിന് 10 മാർക്കാണ് വരുന്നത്. ഡിസാസ്റ്റേഴ്സ് അതിന് 10 മാർക്കാണ് വരുന്നത്. ഇ ഗവേണൻസ് അതിന് 10 മാർക്കാണ് വരുന്നത്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്സിലാണ് പേപ്പർ 2 വരുന്നത്. അതിന്റെ സിലബസ് ഉദ്യോഗാർത്ഥികൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യത്യസ്തമായ സിലബസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് RS 39,300 83,000 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, വേക്കൻസി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 2022-ലെ കട്ട് ഓഫ് മാർക്കാണ് 47.56 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പഠന നിലവാരം ഉയർത്താൻ സാധിക്കുമെന്നുള്ള ഒരു കൃത്യമായ പഠന നിലവാരം എല്ലാവർക്കും എത്ര കണ്ട് ഉയർത്തണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിൽ എത്താൻ സാധിക്കും. അപ്പോൾ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം അറിഞ്ഞു. ഇനി നമ്മൾ കൃത്യമായിട്ടൊരു പഠനം നടത്തിയാൽ നമുക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉടൻ തന്നെ പഠനം ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.